ഫേഷ്യൽ സ്പാസം എന്ന രോഗത്തെ വെല്ലുവിളിച്ച് നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭം കെട്ടിപ്പടുത്ത ഒരു വനിതയെ പരിചയപ്പെടാം ഇനി. പാലക്കാട് കല്ലേപ്പുള്ളി സ്വദേശിനി ഷൈനിയാണ് രോഗത്തിന് മുന്നിൽ പതറാതെ ജീവിതത്തിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്നത്. സാധാരണ ഈ രോഗം ബാധിച്ച മിക്ക ആളുകളും വിഷാദത്തിലാവുകയോ ആത്മഹത്യയോ വരെ ചെയ്യാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും സമൂഹത്ത് നിരവധി ആളുകളെ ബാധിച്ചിട്ടുള്ള ഒരു അസുഖമാണ് മുഖത്തിൻ്റെ ഒരു വശം കോടിപ്പോവുന്ന ഫേഷ്യൽ സ്പാസം എന്ന അസുഖം. എന്നാൽ ഈ അസുഖത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംരംഭം കെട്ടിപ്പടുത്തിരിക്കുകയാണ് പാലക്കാട് കല്ലേപ്പുള്ളി സ്വദേശിയായ ഷൈനിയുടെ കഥയാണ് ഈ വനിതാ ദിനത്തിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഷൈനി ടീച്ചർ, ശ്രീ സമൃദ്ധി എൻ്റർപ്രൈസസ്, ഒപ്പം ക്ലൗഡ് കിച്ചൺ. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിനെയൊക്കെ കെട്ടിപ്പടുത്ത ഒരു കഥ? ഞാൻ ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ടീച്ചിങ് ആണ്. ഞാൻ MA MPhil PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഫേഷ്യൽ സ്പാസം എന്ന് പറയുന്നൊരു നെർവൽ ഡിസീസ് ന്യൂറോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതാണ് ഈ ഫേസിൽ ഒരു ട്വിച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്വിച്ചിങ് ആണ് അവസാനം നമുക്കൊരു എന്താ പറയുക, കണ്ണിങ്ങനെ ചെറുതായിട്ട് അടഞ്ഞു പോവുകയും ഈ ഒരു സൈഡ് വായ ചെറിയ കൂടിപ്പോകുന്നതായിട്ട് ഉള്ള വേറെ മാരകമായിട്ടുള്ള പ്രോബ്ലംസ് അല്ല, ഈ ഒരു പ്രോബ്ലമാണ് നമുക്ക് തുടക്കത്തിലുണ്ടായത്. ഇതാണ് ഞാൻ എൻ്റെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ച് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇത് മാത്രമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു റെഡി ടു കുക്ക് എന്ന് പറയുന്ന സംരംഭവും റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന സംരംഭം. റെഡി ടു കുക്ക് എന്ന് പറയുന്നത് ശ്രീ സമൃദ്ധി എൻ്റർപ്രൈസസും റെഡി ടു ഈറ്റ് എന്ന് പറയുന്നത് ഷൈൻസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന രണ്ട് സംരംഭം ഞാൻ തുടങ്ങാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഈ എൻ്റെ ഫേഷ്യൽ സ്പാസം എന്ന് പറയുന്ന ഈ ഒരു ഡിസീസാണ്. ഈ രണ്ട് സംരംഭം എന്ന് വെച്ചാൽ റെഡി ടു കുക്ക് എന്ന് വെച്ചത് നമുക്ക് സാമ്പാർ റെഡി മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനകത്ത് ഒരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നു എന്നാണ് നമ്മളുടെ ഒരു രീതി. ഞാൻ ശ്രീ സമൃദ്ധി ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഈ കട്ട് വെജിറ്റബിൾസിൻ്റെ പ്രോസസ്സിങ് ഞാൻ തന്നെയായിരുന്നു, പിന്നെ മാർക്കറ്റിംഗ് ഞാൻ തന്നെയായിരുന്നു, സപ്ലൈ ചെയ്യാനും ഡെലിവറി ചെയ്യാനും എന്ന് വേണ്ടതെല്ലാം ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പർച്ചേസ് ചെയ്യാനും ഞാൻ തന്നെയാണ് പോകുന്നത്, അന്നും ഇന്നും. അന്ന് ഞാൻ തന്നെ ചെയ്തു, ഇന്ന് എനിക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവരുടെ സഹായത്തോടു കൂടി എൻ്റെ ഈ സംരംഭം നടന്നു പോകുന്നു. മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് ഇവിടെ ജോലി സാധ്യതയുള്ളൊരു സംരംഭം കൂടെയാണത്. എപ്പോൾ വന്നാലും എൻ്റെ കയ്യിൽ ജോലി റെഡിയാണ്. ഇന്ന് ജോലി ചെയ്യാം, കാശ് വാങ്ങാൻ പോവാം എന്നൊരു കൺസെപ്റ്റും കൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലൗഡ് കിച്ചൺ ഓപ്പൺ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സാണ്. എനിക്ക് കുറച്ച് ടൈം തന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന എന്ത് സാധനവും ഞാൻ റെഡിയാക്കി അവരുടെ കയ്യിൽ എത്തിക്കും. അതാണ് എൻ്റെ ക്ലൗഡ് കിച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളരെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഈ ക്ലൗഡ് കിച്ചണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് കണ്ടും കേട്ടൊന്നും പരിചയമില്ലാത്ത തരത്തിലുള്ള വിഭവങ്ങളൊക്കെ കാണുന്നത്? നമുക്ക് എൻ്റെ ഷൈൻസ് ഫ്ലേവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രിയേറ്റീവായിട്ട് ഫുഡ് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്നും കഴിക്കുന്നതല്ല, നമുക്ക് കഴിക്കാൻ. അതായത് ഇപ്പം നമുക്ക് എന്നും കാഞ്ചീപുരം പോകാൻ പറ്റില്ല,
നമുക്ക് എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ആ ഒരു ടച്ചിൽ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ പറ്റില്ല. പക്ഷേ അതേപോലെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ആ ഒരു കൺസെപ്റ്റാണ് നമുക്കിവിടെ കിട്ടാത്തതും എന്നാൽ നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉള്ളതുമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. എൻ്റെ ഈ ഒരു കാര്യം മാത്രമേ ഈശ്വരൻ എനിക്കൊരു പ്രോബ്ലമായി തന്നുള്ളൂ. പക്ഷെ സ്ത്രീ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക അബലയും ചബലയും എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇത്രയും ധൈര്യമുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുള്ള ഈ സ്ത്രീകളെ നമ്മൾ ഒതുക്കിയിരുത്തുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ ഒതുക്കിയിരുത്താനും ശ്രമിച്ച ഈ കാലഘട്ടത്തിൽ ഞാൻ തന്നെയാണ് എനിക്കൊരു ഇന്നർ ടോക്കിലൂടെ അല്ലെങ്കിൽ ദൈവം തന്ന ആ മനക്കരുത്തിലൂടെ വേറൊരു സ്ത്രീകൾക്കും ഇന്ന് എനിക്ക് ജോലി കൊടുക്കാൻ പറ്റി. ഞാനിന്നൊരു സംരംഭകയായി ഉയരാനുള്ളൊരു കാരണം എന്ന് തന്നത് ഈ ഒരു ഡിസീസാണ്. ചെറിയ ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ തളർന്നു പോകുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവിടെയാണ് ഷൈനി ടീച്ചർ പ്രചോദനവും സമൂഹത്തിന് തന്നെ മാതൃകയുമാവുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.